കേരളത്തിലെ ഹൈന്ദവ ആരാധനാലയങ്ങളുടെ ഭരണ ചുമതലയുള്ള പ്രബലമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിവാദമായ ആഘോഷങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം. ഭക്തിയുടെയും ആചാരത്തിന്റെയും പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടി ഒടുവിൽ കോടികളുടെ സാമ്പത്തിക തിരിമറി ആരോപണങ്ങളിലും നിയമക്കുരുക്കുകളിൽ ചെന്ന് അവസാനിച്ചിരിക്കുന്നു. ഉരുളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും ദേവസ്വം ബോർഡും തമ്മിലുള്ള സാമ്പത്തിക തർക്കങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന നഷ്ടം സഹിക്കൽ ഫോർമുല രാഷ്ട്രീയ ഭരണ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രൂപീകരണത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ആഗോള അയ്യപ്പ സംഗമം വിഭാവനം ചെയ്തത്. PS പ്രശാന്ത് ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിലായിരുന്നു ഇത്. തുടക്കത്തിൽ ലളിതമായ രീതിയിൽ പമ്പയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിപാടി പിന്നീട് സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളെ തുടർന്ന് അതിബൃഹത്തായ രീതിയിലേക്ക് മാറ്റുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ ഒരുമിപ്പിക്കുക എന്ന ഉദാത്തമായ ലക്ഷ്യത്തോടെ തുടങ്ങിയ പരിപാടി നിർമ്മാണ പ്രവർത്തനങ്ങളും പന്തൽ ഒരുക്കലുകളും ഭക്ഷണ വിതരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതോടെ കോടികളുടെ കണക്കുകളിലേക്ക് വളർന്നു. പരിപാടിയുടെ നിർമ്മാണ കരാറുകൾ ഭൂരിഭാഗവും നൽകിയത് ഉരുളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കായിരുന്നു. സർക്കാർ പദ്ധതികൾ വേഗത്തിലും കൃത്യതയോടെ നടപ്പിലാക്കുന്ന ഇവരെ വിശ്വസിച്ചേൽപ്പിച്ച ജോലി ഒടുവിൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയായി ബോർഡിന് മുന്നിലെത്തി. ആഗോള അയ്യപ്പ സംഗമം അവസാനിപ്പിച്ചതിന് പിന്നാലെ ഉരുളങ്കൽ സൊസൈറ്റി തങ്ങൾക്കുണ്ടായ ചെലവുകളുടെ കണക്ക് ദേവസ്വം ബോർഡിന് സമർപ്പിച്ചു. അവിടെ നിന്നാണ് വിവാദങ്ങളുടെ തുടക്കം. പരിപാടിയുടെ ആകെ നടത്തിപ്പിനായി 7.11 കോടി രൂപ ചെലവായെന്നാണ് സൊസൈറ്റി അവകാശപ്പെട്ടത്. പന്തൽ നിർമ്മാണം, വൈദ്യുതി, സൗണ്ട് ആൻഡ് ലൈറ്റ്, വിദേശ പ്രതിനിധിക്കുള്ള സൗകര്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ദേവസ്വം കമ്മീഷണർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഇത്രയും തുക ചെലവായതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 4.5 കോടി രൂപ മാത്രമാണ് ന്യായമായ ചെലവ്. GST ഉൾപ്പെടെയുള്ള നികുതികൾ കൂടി കണക്കിലെടുക്കുമ്പോൾ പരമാവധി 4.9 കോടി രൂപ മാത്രമേ ബോർഡിന് നൽകാൻ സാധിക്കൂ എന്ന് വ്യക്തമായി. ബാക്കി വരുന്ന 2.21 കോടി രൂപയെ ചൊല്ലിയായി പിന്നീട് മാസങ്ങൾ നീണ്ട തർക്കം. ഈ തുക നൽകാൻ ബോർഡിന് കഴിയില്ലെന്നും നൽകിയാൽ അത് നിയമവിരുദ്ധമാകുമെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ ശക്തമായ നിലപാടുണ്ടായി. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ പരാതികൾ എത്തിയിരുന്നു. ഭക്തർ നൽകുന്ന കാണിക്കയ്ക്കപ്പുറം ഇത്തരം ആഘോഷങ്ങൾക്കായി വകമാറ്റി ചെലവഴിക്കരുതെന്ന് കോടതി കർശനമായി ഉത്തരവിട്ടിരുന്നു. കോടതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയായിരുന്നു: ആഘോഷങ്ങൾക്കായി സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന തുക മാത്രമേ ഉപയോഗിക്കാവൂ. ദേവസ്വം ബോർഡിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്കോ ക്ഷേത്ര സംരക്ഷണത്തിനോ നീക്കിവെച്ചിട്ടുള്ള തുക ഇതിനായി ഉപയോഗിക്കരുത്. ചെലവാക്കുന്ന ഓരോ രൂപയ്ക്കും കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഉരുളങ്കൽ ആവശ്യപ്പെട്ട അധിക തുകയായ 2.21 കോടി രൂപ ദേവസ്വം ബോർഡ് നൽകിയിരുന്നെങ്കിൽ അത് നേരിട്ടുള്ള കോടതി അലക്ഷ്യമായി മാറുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബോർഡിന് നിയമോപദേശം ലഭിക്കുന്നത്. സ്പോൺസർമാരിൽ നിന്ന് ലഭിച്ച തുകയേക്കാൾ കൂടുതൽ പണം നൽകുന്നത് വിജിലൻസ് അന്വേഷണത്തിന് വഴിതെളിക്കുമെന്നും ബോർഡ് തിരിച്ചറിഞ്ഞു. പരിപാടി വിപുലമാക്കിയപ്പോൾ പല വൻകിട കമ്പനികളും വ്യക്തികളും സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ പരിപാടി കഴിഞ്ഞതോടെ പലരും വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്മാറി. മാത്രമല്ല, ലഭിച്ച സ്പോൺസർഷിപ്പ് തുകകൾക്ക് കൃത്യമായ രസീതുകളോ രേഖകളോ ഹാജരാക്കാൻ ദേവസ്വം ബോർഡിന് സാധിച്ചതുമില്ല. വൻ തുകകൾ ചെലവഴിച്ചപ്പോൾ പാലിക്കേണ്ട സാമ്പത്തിക അച്ചടക്കം ഇവിടെ ലംഘിക്കപ്പെട്ടുവെന്ന ആരോപണവും ശക്തമാണ്. തർക്കം മുറുകയും വിജിലൻസ് അന്വേഷണത്തിനുള്ള സാധ്യത തെളിയിക്കുകയും ചെയ്തതോടെയാണ് ഉരുളങ്കൽ സൊസൈറ്റിയും സർക്കാരും തമ്മിൽ അണിയറയിൽ ചർച്ചകൾ നടന്നത്. ഈ ചർച്ചകളുടെ ഫലമായാണ് നഷ്ടം സഹിക്കൽ എന്ന തീരുമാനത്തിലേക്ക് സൊസൈറ്റി എത്തിയത്. എന്തുകൊണ്ട് അവർ പണം വേണ്ടെന്ന് വെച്ചു? 2.21 കോടി രൂപയ്ക്ക് വേണ്ടി വാശി പിടിച്ചാൽ അത് കോടതിയുടെ ഇടപെടലിനും തുടർന്ന് വലിയൊരു വിജിലൻസ് അന്വേഷണത്തിനും കാരണമാകും. അത്തരമൊരു അന്വേഷണം സൊസൈറ്റിയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാം. നിലവിൽ കേരളത്തിലെ നൂറുകണക്കിന് കോടികളുടെ നിർമ്മാണ കരാറുകൾ ഇവർക്കാണുള്ളത്. ഈ ഒരു ചെറിയ തുകയ്ക്ക് വേണ്ടി സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിസന്ധിയിലാക്കുന്നത് ഭാവിയിലെ വലിയ കരാറുകളെ ബാധിക്കുമെന്ന് സൊസൈറ്റി വിലയിരുത്തുന്നു. ആഗോള അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയ വിവാദമായി മാറിയാൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകും. അത് ഒഴിവാക്കാൻ സൊസൈറ്റി സ്വയം ബാധ്യത ഏറ്റെടുക്കുകയായിരുന്നു. അധികമായി വന്ന 2.21 കോടി രൂപ ഇനി ദേവസ്വം ബോർഡിനോട് ചോദിക്കില്ലെന്ന് അവർ അറിയിച്ചു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം ചൊവ്വാഴ്ച ചേരുന്ന ബോർഡ് യോഗത്തിൽ ഉണ്ടാകും. ഈ വിവാദം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെക്കുറിച്ചും ചില പ്രധാന പാഠങ്ങൾ നൽകുന്നുണ്ട്. കോടതി നിർദ്ദേശങ്ങൾ നിലനിൽക്കെ മതിയായ ഫണ്ടില്ലാതെ ആഘോഷങ്ങൾ വിപുലമാക്കിയത് ഭരണപരമായ വീഴ്ചയാണ്. സ്പോൺസർഷിപ്പ് വഴി ലഭിക്കുന്ന പണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇതിന്റെ അഭാവം പ്രകടമായിരുന്നു. ഒരു സഹകരണം സൊസൈറ്റിക്ക് കോടതിയുടെ നഷ്ടം സഹിക്കേണ്ടി വരുന്നത് അതിന്റെ അംഗങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. എന്നിട്ടും രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇത്തരം ഒരു തീരുമാനമെടുത്തതും ശ്രദ്ധേയമാണ്. ആഗോള അയ്യപ്പ സംഗമം ഭക്തിയുടെയും ഐക്യത്തിന്റെ വേദിയാക്കേണ്ടതിന് പകരം സാമ്പത്തിക തർക്കങ്ങളുടെയും കോടതി കയറേണ്ടി വന്ന വിവാദങ്ങളുടെയും വേദിയായി മാറി എന്നതും നിർഭാഗ്യകരമാണ്. ഉരുളങ്കൽ സൊസൈറ്റി 2.21 കോടി രൂപ വേണ്ടെന്ന് വെക്കുന്നതോടെ സർക്കാർ തലത്തിലുള്ള താൽക്കാലിക ആശ്വാസം ലഭിക്കുമെങ്കിലും ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ പാലിക്കേണ്ട സാമ്പത്തിക മര്യാദകളെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല. ഭക്തരുടെ പണം ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ ദേവസ്വം ബോർഡ് ഇനി മുതൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ ഈ ഇടപാടിലെ കൂടുതൽ വ്യക്തത വരും.